നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ലൈൻ ഇന്റഗ്രൽസ് എന്താണെന്നും സ്മൂത്ത് കർവിന്റെ പാരാമെട്രിക് ഇക്വേഷൻസ് അറിയാമെങ്കിൽ പ്ലെയിൻ കർവ്സിലൂടെയുള്ള ലൈൻ ഇന്റഗ്രൽസ് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാമെന്നും പഠിച്ചു. ഇനി നമുക്കൊരു കർവിന്റെ എക്സ്പ്ലിസിറ്റ് ഫോം അറിയാമെങ്കിൽ എങ്ങനെയാണ് ലൈൻ ഇന്റഗ്രൽസ് ഇവാലുവേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. y equal to f of x where a less than or equal to x less than or equal to b എന്ന ഫംഗ്ഷൻ കർവ് c യെ എക്സ്പ്ലിസിറ്റ്ലി ഡിഫൈൻ ചെയ്യുന്നുവെന്ന് അസ്യൂം ചെയ്യുക. ദെൻ നമുക്ക് x ഒരു പാരാമീറ്റർ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. y ക്ക് പകരം f of x എന്ന് റീപ്ലേസ് ചെയ്യുക. dy by dx ഈക്വൽ ടു f dash of x ആയതുകൊണ്ട് ഡിഫറൻഷ്യൽ dy ഈക്വൽ ടു f dash of x dx. അതുപോലെ ആർക്ക് ലെങ്ത് s ഈക്വൽ ടു ഇന്റഗ്രൽ a ടു b റൂട്ട് ഓഫ് 1 പ്ലസ് f dash of x സ്ക്വയർ dx ആയതുകൊണ്ട് ഫണ്ടമെന്റൽ തിയറം അപ്ലൈ ചെയ്താൽ ഡിഫറൻഷ്യൽ ds ഈക്വൽ ടു റൂട്ട് ഓഫ് 1 പ്ലസ് f dash of x സ്ക്വയർ dx എന്ന് കിട്ടും. സോ നമുക്ക് ലൈൻ ഇന്റഗ്രൽസ് താഴെ പറയുന്നത് പോലെ ഇവാലുവേറ്റ് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് വൺ ഇന്റഗ്രൽ ഓവർ c g of x by dx which is equal to ഇന്റഗ്രൽ a to b g of x comma f of x dx. Second one integral over c g of x by dy equal to integral a to b g of x comma f of x into f dash of x dx. And third one integral over c g of x by ds equal to integral a to b g of x comma f of x into root of 1 plus f dash of x square dx. സി ഒരു പീസ് വൈസ് സ്മൂത്ത് കർവ് ആണെങ്കിൽ ആ കർവിലൂടെയുള്ള ലൈൻ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുവാൻ യൂണിയൻ സി ആയിട്ട് വരുന്ന സ്മൂത്ത് കർവ്സിലൂടെയുള്ള ലൈൻ ഇന്റഗ്രൽസ് ഇവാലുവേറ്റ് ചെയ്ത് അവ സം ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ സി ഈക്വൽ ടു C1 യൂണിയൻ C2 വേർ C1 ആൻഡ് C2 ആർ സ്മൂത്ത് കർവ്സ്. ഇതുപോലെയാണെങ്കിൽ ഇന്റഗ്രൽ ഓവർ സി ജി ഓഫ് എക്സ് ബൈ ഡി എസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ C1 ജി ഓഫ് എക്സ് ബൈ ഡി എസ് പ്ലസ് ഇന്റഗ്രൽ ഓവർ C2 ജി ഓഫ് എക്സ് ബൈ ഡി എസ്. ബാക്കി ലൈൻ ഇന്റഗ്രൽസിന്റെ കേസിലും ഇതുപോലെ തന്നെ. പല ആപ്ലിക്കേഷൻസിലും ഇന്റഗ്രൽ ഓവർ സി പി ഓഫ് എക്സ് ബൈ ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ ഓവർ സി ക്യൂ ഓഫ് എക്സ് ബൈ ഡി വൈ ഈ ഫോമിലുള്ള ഇന്റഗ്രൽസ് കാണാറുണ്ട്. ഇത്തരം ഇന്റഗ്രൽസിനെ ബ്രാക്കറ്റ്സ് ഒന്നും ഇല്ലാതെ സിംഗിൾ ഇന്റഗ്രൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാവുന്നതാണ്. അത് ഇതുപോലെയാണ് ഇന്റഗ്രൽ ഓവർ സി പി ഓഫ് എക്സ് ബൈ ഡി എക്സ് പ്ലസ് ക്യൂ ഓഫ് എക്സ് ബൈ ഡി വൈ ഓർ സിമ്പിൾ ആയിട്ട് ഇന്റഗ്രൽ ഓവർ സി പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ. അതുപോലെ ക്ലോസ്ഡ് കർവ് സിയിലൂടെയുള്ള ലൈൻ ഇന്റഗ്രൽസിനെ ഈ ഒരു നൊട്ടേഷൻ യൂസ് ചെയ്ത് ഡിനോട്ട് ചെയ്യാറുണ്ട്. നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് വൺ ഇവാലുവേറ്റ് ഇന്റഗ്രൽ ഓവർ സി എക്സ് ബൈ ഡി എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ഡി വൈ വേർ സി ഈസ് ഗിവൺ ബൈ വൈ ഈക്വൽ ടു എക്സ് ക്യൂബ് where -1 less than or equal to x less than or equal to 2. ഇവിടെ ഒരു കർവിനെ എക്സ്പ്ലിസിറ്റ്ലി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആ കർവിലൂടെയുള്ള ലൈൻ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുവാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. വൈക്ക് പകരം എക്സ് ക്യൂബ് എന്നും ഡി വൈക്ക് പകരം എഫ് ഡാഷ് ഓഫ് എക്സ് ഡി എക്സ് എന്നും റീപ്ലേസ് ചെയ്ത് കൊടുക്കുന്നു. ഡി വൈ ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു 3x സ്ക്വയർ ഡി എക്സ്. സോ ഗിവൻ ലൈൻ ഇന്റഗ്രൽ ഇതുപോലെയാകും. ഇന്റഗ്രൽ -1 to 2 x into x cube dx plus x square into 3x square dx which is equal to integral over -1 to 2 4x raised to 4 dx. With respect to x integrate ചെയ്യുമ്പോൾ 4 into x raised to 5 by 5 എന്ന് കിട്ടും. എക്സിന്റെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്യുവാനുണ്ട്. അത് അപ്ലൈ ചെയ്യുമ്പോൾ ഇറ്റ് is equal to 4 by 5 into 2 raised to 5 minus -1 raised to 5 which is equal to 132 by 5. Then next question, evaluate integral over c x dx where c is the circle, x equal to cos t, y equal to sin t, where 0 less than or equal to t less than or equal to 2 pi. ഇവിടെ ഒരു ക്ലോസ്ഡ് കർവിലൂടെയുള്ള ലൈൻ ഇന്റഗ്രൽ ആണ് ഇവാലുവേറ്റ് ചെയ്യുവാനുള്ളത്. ആ കർവിന്റെ പാരാമെട്രിക് ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ടി ഈക്വൽ ടു കോസ് ടി, y equal to g of t equal to sin t,
differential dx equal to f dash of t dt, that is dx equal to minus sin t dt. So integral over closed curve C x dx equal to integral 0 to 2 pi cos t into minus sin t dt. 2 sin t cos t sin 2t ആണ്. So minus sin t cos t equal to minus 1 by 2 sin 2t. So given integral is equal to integral 0 to 2 pi minus 1 by 2 sin 2t dt. With respect to t integrate ചെയ്യുമ്പോൾ which is equal to minus 1 by 2 into minus 1 by 2 cos 2t, that is 1 by 4 cos 2t. ടിയുടെ അപ്പർ ആൻഡ് ലോവർ ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുവാനുണ്ട്. അത് അപ്ലൈ ചെയ്യുമ്പോൾ 1 by 4 into cos 4 pi minus cos 0 എന്ന് കിട്ടും. cos 4 പൈയും cos 0യും 1 ആയതുകൊണ്ട് which is equal to 1 by 4 into 1 minus 1, that is 0. Then next question, evaluate integral over closed curve C y square dx minus x square dy on the closed curve C that is shown in the figure. ഇവിടെ ഫിഗറിൽ ഒരു പീസ് വൈസ് സ്മൂത്ത് കർവ് സി തന്നിട്ടുണ്ട്. 3 സ്മൂത്ത് കർവ്സിന്റെ യൂണിയനാണ് സി. എക്സ് ആക്സിസിലെ ഒറിജിൻ മുതൽ 2 വരെയുള്ള പോർഷനും ഓഡേറ്റ് പെയർ 20ൽ നിന്നും ഓഡേറ്റ് പെയർ 24ലേക്കുള്ള വെർട്ടിക്കൽ ലൈൻ സെഗ്മെന്റും y ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന പാരബോളയുടെ ഒരു പോർഷനും കൂടി ചേരുന്നതാണ് കർവ് സി. അതൊരു ക്ലോസ്ഡ് കർവ് ആണ്. ഈ കർവിലൂടെയുള്ള ഒരു ലൈൻ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുവാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. എക്സ് ആക്സിസിലെ ഒറിജിൻ മുതൽ ഓഡേറ്റ് പെയർ 20 വരെയുള്ള കർവ് സിയുടെ പോർഷനെ C1 എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഓഡേറ്റ് പെയർ 20 മുതൽ ഓഡേറ്റ് പെയർ 24 വരെയുള്ള വെർട്ടിക്കൽ ലൈൻ സെഗ്മെന്റിനെ C2 എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഓഡേറ്റ് പെയർ 24 മുതൽ ഒറിജിൻ വരെയുള്ള പാരബോളയുടെ പോർഷനെ C3 എന്നും ഡിനോട്ട് ചെയ്യുന്നു. Then C equal to C1 union C2 union C3. So integral over closed curve C y square dx minus x square dy equal to integral over C1 y square dx minus x square dy plus integral over C2 y square dx minus x square dy plus integral over C3 y square dx minus x square dy. നമുക്ക് ഈ 3 ഇന്റഗ്രൽസും സെപ്പറേറ്റ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യാം. ഫസ്റ്റ് വൺ ഇന്റഗ്രൽ ഓവർ C1 y square dx minus x square dy. കർവ് C1 എക്സ് ആക്സിസിന്റെ ഒരു പോർഷൻ ആണ്. ആ കർവിൽ y ഈക്വൽ ടു 0 ആണ്. സോ ഡിഫറൻഷ്യൽ dy ഓൾസോ ഈക്വൽ ടു 0. എക്സ് വാരി ചെയ്യുന്നത് 0 മുതൽ 2 വരെ. സോ ഇന്റഗ്രൽ ഓവർ C1 y square dx minus x square dy ഈക്വൽ ടു integral 0 to 2 0 dx minus x square into 0, which is equal to 0. Second one integral over C2 y square dx minus x square dy. Curve C2 y ആക്സിസിനോട് പാരലൽ ആയിട്ടുള്ള ഒരു വെർട്ടിക്കൽ ലൈൻ സെഗ്മെന്റ് ആണ്. ആ കർവിൽ x ഒരു കോൺസ്റ്റന്റ് ആണ്. x ഈക്വൽ ടു 2. സോ ഡിഫറൻഷ്യൽ dx ഈക്വൽ ടു 0. y വാരി ചെയ്യുന്നത് 0 മുതൽ 4 വരെ. സോ ഇന്റഗ്രൽ ഓവർ C2 y square dx minus x square dy ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 4 y square into 0 minus 4 dy, which is equal to minus of integral 0 to 4 dy, which is equal to minus 4y. yയുടെ അപ്പർ ആൻഡ് ലോവർ ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുവാനുണ്ട്. അത് അപ്ലൈ ചെയ്യുമ്പോൾ -16 എന്ന് കിട്ടും. Then third one integral over C3 y square dx minus x square dy. Curve C3 y equal to x square എന്ന പാരബോളയുടെ പോർഷൻ ആണ്. സോ ഡിഫറൻഷ്യൽ dy ഈക്വൽ ടു 2x dx. എക്സിന്റെ വേരിയേഷൻ 2 മുതൽ 0 വരെയാണ്. സോ ഇന്റഗ്രൽ ഓവർ C3 y square dx minus x square dy ഈക്വൽ ടു integral 2 to 0 x raised to 4 dx minus x square into 2x dx, which is equal to integral 2 to 0 x raised to 4 minus 2x cube dx.
വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 1/5 ഇൻറ്റു എക്സ് റേസ് ടു 5 മൈനസ് 1/2 ഇൻറ്റു എക്സ് റേസ് ടു 4 എന്ന് കിട്ടും. എക്സിന്റെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്യുവാനുണ്ട്. അത് അപ്ലൈ ചെയ്യുമ്പോൾ 1/5 ഇൻറ്റു 0 മൈനസ് 2 റേസ് ടു 5 മൈനസ് ഓഫ് 1/2 ഇൻറ്റു 0 മൈനസ് 2 റേസ് ടു 4 എന്ന് കിട്ടും. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു 8/5. Then integral over closed curve C y square dx minus x square dy equal to 0 minus 16 plus 8/5 which is equal to minus 72/5. ഇത് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ദെൻ നമുക്കറിയാം സിംഗിൾ വേരിയബിൾ ഫംഗ്ഷൻസിന്റെ കേസിൽ ഇന്റഗ്രൽ ഓവർ ബി ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു മൈനസ് ഓഫ് ഇന്റഗ്രൽ ഓവർ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണെന്ന്. ഇതുപോലെ തന്നെ ലൈൻ ഇന്റഗ്രൽസിന്റെ കേസിലും ഇന്റഗ്രൽ ഓവർ മൈനസ് സി പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ ഈക്വൽ ടു മൈനസ് ഓഫ് ഇന്റഗ്രൽ ഓവർ സി പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ ആണ്. ഓർ ഈക്വലന്റ്ലി ഇന്റഗ്രൽ ഓവർ മൈനസ് സി പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ പ്ലസ് ഇന്റഗ്രൽ ഓവർ സി പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ ഈക്വൽ ടു 0.